ഓഗസ്റ്റ് 10 ശനിയാഴ്ച. യോഹന്നാൻ 12:24 മുതൽ 26 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ ഡീക്കൻ ലോറൻസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. AD 258 റോമൻ ചക്രവർത്തിയായ വലേറിയൻ ക്രിസ്ത്യാനികളുടെ പീഡനത്തിൽ രക്തസാക്ഷിത്വം വരിച്ച സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പയുടെ കീഴിൽ റോമ നഗരത്തിലെ 7 ഡീക്കന്മാരിൽ ഒരാളായിരുന്നു സെയിൻറ്റ് ലോറൻസ്. റോമിലെ ഡീക്കൻ എന്ന നിലയിൽ ലോറൻസ് സഭയുടെ ഭൗതിക വസ്തുക്കളുടെയും ദരിദ്രർക്കുള്ള ദാനധർമ്മങ്ങളുടെയും ചുമതല വഹിച്ചിരുന്നു. റോമിലെ പ്രീഫെക്റ്റ് ലോറൻസിനോട് സഭയുടെ നിധികൾ ആവശ്യപ്പെട്ടപ്പോൾ അവൻ ദരിദ്രരെ മുന്നോട്ട് കൊണ്ടുവന്ന് ഈ ദരിദ്രരാണ് സഭയുടെ നിധി എന്ന് പറഞ്ഞു. അതിൽ ഞാൻ മുത്തുകളും വിലയേറിയ രത്നങ്ങളും വയ്ക്കുന്നുണ്ട്. അതാണ് സഭയിലെ വിധവകളും വിശുദ്ധ കന്യകമാരും. ഇത് കേട്ട പ്രീഫെക്റ്റ് വളരെ ദേഷ്യപ്പെട്ട് ചൂടുള്ള കൽക്കരി ഉപയോഗിച്ച് ഒരു വലിയ ഗ്രിഡിയോൺ തയ്യാറാക്കി അതിൽ ലോറൻസിനെ കിടത്തുകയും ചൂട് പിടിപ്പിച്ച് ദേഹം മുഴുവൻ ചുട്ടുകരിക്കുകയും ചെയ്തു. ഒരു വശം ഒത്തിരി വെന്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു, ഈ ഭാഗം ഇപ്പോൾ നന്നായിട്ടുണ്ട്, എന്നെ ഇനി തിരിച്ചു കിടത്തുക. ഇന്നത്തെ സുവിശേഷം ഗോതമ്പ് ധാന്യത്തെക്കുറിച്ചുള്ള സുപരിചിതമായ ഭാഗമാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് മരിക്കുന്നില്ലെങ്കിൽ അത് കേവലം ഒരു ധാന്യമായി നിലനിൽക്കും. അപ്പോൾ മറ്റു ഗോതമ്പൊന്നും ഉണ്ടാവുകയില്ല. ഒരു ധാന്യത്തിന് വളരാനും തഴച്ചു വളരാനും ഭക്ഷണമാകാനും ധാരാളം ആളുകളെ പോഷിപ്പിക്കാനും വലിയ കഴിവുണ്ട്. എന്നിരുന്നാലും അത് അതിൻ്റെ നിലവിലെ അവസ്ഥയിൽ തുടരുകയാണെങ്കിൽ ഒരിക്കലും ഫലം പുറപ്പെടുവിക്കില്ല. പിന്നീട് യേശു പറയുന്നു, ഒരർത്ഥത്തിൽ മറ്റു മനുഷ്യരെ പരിപോഷിപ്പിക്കുന്ന ഭക്ഷണം വളർത്താനും ഉൽപ്പാദിപ്പിക്കാനും വളരെ അധികം സാധ്യതയുള്ള ഒരു ഗോതമ്പ് ധാന്യമാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കും ഫലം കായ്ക്കേണ്ടതിന് ആദ്യമേ മരിക്കണം. നമ്മുടെ ജീവിതം നഷ്ടപ്പെടണം. എന്നിരുന്നാൽ ഈ പ്രക്രിയയിൽ നമുക്ക് ലഭിക്കുന്ന ഫലം അസാധാരണമായിരിക്കും. നമുക്ക് നിത്യജീവൻ അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്തിനോടും മരിക്കുന്ന പ്രക്രിയ അത്ര എളുപ്പമല്ല. പലപ്പോഴും വേദനാജനകവും സങ്കടകരവും അമ്പരപ്പിക്കുന്നതുമാണ്. എന്നാൽ ഈ പ്രക്രിയയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം അപ്പാടെ മാറുന്നു. നമ്മുടെ മരണത്തിലൂടെ നാം ഫലം കായ്ക്കുമെന്ന് യേശു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.